രാജീവൻ കാഞ്ഞങ്ങാടിന്റെ സാഹിത്യരചനകൾ ഇന്നും പ്രസക്തമെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എം.എൽ.എ. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കാഞ്ഞങ്ങാട് എം.എൻ. സ്മാരക ഗ്രന്ഥാലയവും സംയുക്തമായി സംഘടിപ്പിച്ച രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ജീവിതാവസ്ഥകളോട് ആത്മാർത്ഥത പുലർത്തിയ രാജീവൻ കാഞ്ഞങ്ങാട് രചനകൾ കൂടുതൽ പ്രസക്തമായി കൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നതെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എം.എൽ.എ. അഭിപ്രായപ്പെട്ടു. യുവകലാസാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും കാഞ്ഞങ്ങാട് എം.എൻ. സ്മാരക ഗ്രന്ഥാലയവും സംയുക്തമായി സംഘടിപ്പിച്ച രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ നിന്നും ഗ്രന്ഥാലയത്തിലുള്ള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരവും ഈ ഗ്രന്ഥാലയത്തിന് ലഭിക്കുകയുണ്ടായി. ആ നിലയിൽ കഴിഞ്ഞ കുറച്ച് വർഷമായി വിവിധങ്ങളായ പരിപാടികൾ നടത്തി ഈ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ജനങ്ങളുടെയും അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് കാഞ്ഞങ്ങാട് എം.എൻ. സ്മാരക ലൈബ്രറി. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ചേർന്നാണ് രാജീവൻ കാഞ്ഞങ്ങാട് അനുസ്മരണവും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിലും മറ്റൊക്കെപ്പെട്ട വിദ്യാർത്ഥികൾ, അവർ SLCക്കും +2-നും ഉന്നത വിജയം നേടിയവർ, അതുപോലെ തന്നെ വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ച കുട്ടികളെല്ലാം അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി സംഘടിപ്പിച്ചു. രാജീവൻ കാഞ്ഞങ്ങാട് സ്മാരക കലാലയ പുരസ്കാരം തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല വിദ്യാർത്ഥി ഷഹീർ പുളിക്കലിന് സമ്മാനിച്ചു. സ്കൂൾ പരീക്ഷകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ അനുമോദിച്ചു. യുവകലാസാഹിതി സെക്രട്ടറി ജയൻ നീലേശ്വരം അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാധാകൃഷ്ണൻ പെരുമ്പള, ബംഗളം കുഞ്ഞികൃഷ്ണൻ, സി നാരായണൻ, വിനയൻ കല്ലത്ത്, കെ രവീന്ദ്രൻ, എൻ ബാലകൃഷ്ണൻ, എം ശ്രീജിത്ത്, കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സി കെ ബാബുരാജ് സ്വാഗതവും കെ പ്രഭിജിത്ത് നന്ദിയും പറഞ്ഞു. ബാലവേദി കുട്ടികളും ഗ്രന്ഥാലയ അംഗങ്ങളും കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.